നമസ്കാരം, ഞാൻ സൂരജ് പാലാക്കാരൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വലിയൊരു കാര്യം എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ വലിയ കാര്യം എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി വന്നതാണ്, നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി വന്നതാണ്. നമ്മളൊക്കെ വീടുകളിൽ പണ്ട് പറഞ്ഞു കേട്ട് മാതാപിതാക്കന്മാർ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, മാതാപിതാ ഗുരുർ ദൈവം, അല്ലെ? പക്ഷെ മാതാവിനും പിതാവിനും ഗുരുവിനും ഉപരിയായിട്ട് നമുക്കൊരാളുണ്ട്. ആദ്യം അമ്മ നമ്മളെ പ്രസവിച്ചുവിടുന്നത് മാത്രമേ ഉള്ളൂ. പ്രസവിച്ച് നമ്മളെ ആദ്യമായിട്ട് എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ മാലാഖമാർ എന്ന് വിളിക്കുന്ന നേഴ്സുമാരെന്ന് നമുക്ക് വിലയില്ലാത്ത നമ്മുടെ പ്രിയ മാലാഖമാർ മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയില്ല, നേഴ്സുമാർക്ക് മാത്രം വിലയില്ല. അവര് ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ UK-ലോ അവിടെ അത്ര സ്ഥലമൊക്കെ എനിക്കറിയത്തുള്ളൂ. ഈ സ്ഥലത്തൊക്കെ പോയാൽ മാത്രമേ നേഴ്സുമാർക്ക് വിലയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാട്ടിലൊരു ബംഗാളിക്ക് ഒരു സാധാരണക്കാരൻ ജോലി ചെയ്ത് 500 രൂപ വരെ ശമ്പളം കിട്ടി. ബംഗാളി പറഞ്ഞതിന് എന്റെ നെക്കിട്ട് കയറില്ല, എന്തുമാവട്ടെ, ഒരു 500 രൂപ ശമ്പളമുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വെറും 8000 രൂപയ്ക്കും 7000 രൂപയ്ക്കും 2-3 ഷിഫ്റ്റ് ചെയ്യുന്ന നേഴ്സുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ഇവർ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 6000 രൂപ 5000 രൂപ അതിന് അവർക്ക് മാസം ലോൺ അടയ്ക്കാൻ വേണം. ഇതൊന്നും അറിയുന്നില്ല, ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിലെ 7 ജില്ലകളിലായി പ്രിയ സഹോദരിമാരിപ്പോൾ അവർക്ക് നേടിയെടുക്കാനുള്ള ചെറിയ അവകാശം, ഒരു മാന്യമായ വേതനം, അതിനുവേണ്ടി ഇവർ സമരം ചെയ്യുകയാണ്. നിങ്ങൾ അറിയണം ഈ കാഴ്ച, ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ഇത്രയും സഹോദരിമാരും സഹോദരന്മാരും പല ജില്ലകളിലായി മക്കളുമായിട്ട് വരെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, വല്ലാത്ത വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നു, ചുമ്മാ ഫ്ലാഷ് ന്യൂസ് പോലെ ഏതാണ്ടൊക്കെ പോയി. ബോബി ചെമ്മണ്ണൂരിന്റെ ന്യൂസ് വന്നില്ല, അങ്ങനെ പല പല ന്യൂസുകൾ, ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള ന്യൂസുകളൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിസ്സാര പൈസയാവത്തുള്ളൂ. അമൃത പോലെയുള്ള ഹോസ്പിറ്റൽ, അങ്ങനെ മറ്റ് പല പല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ നമുക്കൊന്നും വെറുതെ വില എത്ര രൂപയാ? നിങ്ങളൊക്കെ പല പല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരല്ലേ, എല്ലായിടത്തും പൈസ കുറവല്ലേ? കാലൊടിയുന്നതിന്, പ്ലാസ്റ്റർ ഇടുന്നതിന് കേരളത്തിൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ചാർജല്ലേ? ആണോ? അത് പറയാത്ത എന്താ? അപ്പം ഇവർക്ക് പറയാൻ പല കാര്യങ്ങളുണ്ട്, ഇവർ പക്ഷെ മിണ്ടാതിരിക്കുന്നതാണ്. ഇനി മിണ്ടിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. വാ മൂടിക്കെട്ടി ഞങ്ങളും അടുത്തു. UNAക്ക് എല്ലാ സപ്പോർട്ടുമായി ഞാനുണ്ടാവും, നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. ഇത് ഹൈക്കോടതി ജംഗ്ഷനിലാണ്, ഇവിടെ എറണാകുളത്ത് ഇവരുടെ സമരപന്തല്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ വരികയാണെങ്കിൽ ഇവരുടെ ഒപ്പം ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവുക. പറ്റുമെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. UNAയുടെ വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയ വഴി മാത്രമേ പ്രചരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മറ്റു വാർത്താ ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും UNAക്കൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ജയ് UNA! സന്തോഷം. ഭയമില്ലാതെ നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ. നന്ദി.